എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാനും കൂടി ചെല്ലട്ടെ. എടോ, തന്റെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്കറിയാം. അവന്തികടത്തി പറഞ്ഞ കാര്യങ്ങള് താൻ തലക്കെറ്റി വെക്കണ്ട. അതൊക്കെ വിട്ടേക്ക്. നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മളാ. അതില് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ദേ, ഇനിയിപ്പോ രാമായണ മാസം വരാൻ പോവില്ലേ? എവിടൊക്കെയോ ഈ വീട്ടില് കുറച്ച് നെഗറ്റീവ് എനർജി കടന്നുകൂടിയിട്ടുണ്ട്. തന്റെ രാമായണ പാരായണം കൊണ്ട് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അച്ഛനോട് ഞാൻ വളകാപ്പ് ചടങ്ങിന്റെ കാര്യം ഒന്ന് സംസാരിക്കാം. അത് വേണോ സച്ചേട്ടാ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇനി ആലോചിക്കാനൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തില് ഇങ്ങനെ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മൾ എന്തിനോട് കളയുന്നേ? അതുകൊണ്ട് ഉടനെ തന്നെ അച്ഛനോട് ഞാൻ ഇക്കാര്യം സംസാരിക്കാം. എടോ, സരെ ഗരെ ഗ പ ഗ പ ഗ പ ഗ സരെ ഗരെ സദാ സദാ പ ഗരെ ഗരെ സദാ സ. ഒരു ജോത്സ്യനെ കണ്ട് നല്ല മുഹൂർത്തം നോക്കാൻ പറഞ്ഞു. അമ്മ അച്ഛനോട് പറഞ്ഞ ഏതെങ്കിലും ജോത്സ്യനെ കൊണ്ട് ഒരു മുഹൂർത്തം കുറിപ്പിക്കാം. ശരി മോളെ, എന്തായാലും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഈ ചടങ്ങ് നടത്തണം. ശരി അമ്മ, എന്നാ ഞാൻ വയ്ക്കട്ടെ. മോളെ, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ശബ്ദമില്ലൊന്നുമില്ലല്ലോ? ഏയ്, ഇതുവരെ ഇല്ല അമ്മ. അല്ല, സാധാരണ ഛർദിൽ തുടങ്ങേണ്ട സമയമായി. ചിലപ്പോ ഇത് പെൺകുട്ടിയായിരിക്കും മോളെ, അതുകൊണ്ടായിരിക്കും നിനക്ക് ഛർദിലൊന്നും ഇല്ലാത്തത്. അങ്ങനെയൊക്കെ ഉണ്ടോ? പെൺകുട്ടിയാണെങ്കിൽ ഛർദിലുണ്ടാവില്ലേ? അല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാ. അനൂപിനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴേ എനിക്ക് ഛർദിലൊഴിഞ്ഞിട്ട് നേരവേ ഇല്ലായിരുന്നു. എന്തു കഴിച്ചാലും എനിക്ക് ഓക്കാനും വരുമായിരുന്നു. പക്ഷെ നിന്റെ ആതിരയുടെ കാര്യത്തിൽ എനിക്ക് ഒരു വിഷമം വന്നിട്ടില്ല. ഛർദിലുണ്ടായിട്ടേ ഇല്ല. അപ്പോ എനിക്ക് മോളായിരിക്കോ? പക്ഷേ ആ മലമുകളിലെ ക്ഷേത്രത്തിലെ തിരുമേനി പറഞ്ഞത് ആൺകുട്ടി ജനിക്കുന്നാണല്ലോ. ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിന്റെ കാര്യം എങ്ങനെയാ സംഭവിക്കുന്നത് നമുക്കറിയില്ലല്ലോ. എന്തായാലും ദൈവം തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ. എത്രയും പെട്ടെന്ന് മുഹൂർത്തം കുറിപ്പിച്ചിട്ടേ ഞാൻ മോളെ വിവരം അറിയിക്കാവേ. ശരി അമ്മ. ശരി. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാവുന്നതല്ലേ? ആ ഷോക്കിൽ നിന്ന്
ഇതുവരെ ആരും മോചിതരായിട്ടില്ല. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഇല്ല, എല്ലാവരുടെയും വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ജ്യോത്സ്യം പറഞ്ഞതും വെറുതെ ആയിരിക്കില്ലല്ലോ. ദൈവത്തിന് പോലും ഇഷ്ടപ്പെടാത്ത ജന്മം അർജുനന്റെ വയറ്റിലെന്നാ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത്. എല്ലാവരുടെയും മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അവർക്ക് മാത്രം ആസ്വദിക്കാൻ ഇങ്ങനൊരു ചടങ്ങ് അത് വേണോ അച്ഛാ? എന്റെ നന്ദേട്ടൻ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹയാണെങ്കിൽ ഏത് നിമിഷവും എൻ്റെ അടുത്ത് വന്ന് കരച്ചിലോട് കരച്ചില്ല. ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതുപോലൊരു ചടങ്ങ് നടത്താനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനും. എന്നാലും അർച്ചനയ്ക്കും വീട്ടുകാർക്കും ഒക്കെ ഈ ചടങ്ങ് നടന്നില്ലെങ്കിൽ സങ്കടമാവില്ലേ? അതിനേക്കാൾ വലുതല്ലല്ലോ അച്ഛാ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവില്ലേ? അച്ഛൻ തന്നെ അവരോട് സംസാരിച്ചാൽ മതി. നമ്മുടെ വിഷമവും ബുദ്ധിമുട്ടും അവർക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ അവരോടൊന്ന് സംസാരിക്കാം, എന്നിട്ട് ഉചിതമായൊരു തീരുമാനത്തിലെത്താം.